നോളജും വിസ്ഡവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ വികാരങ്ങളിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം, വിശ്വാസവും വിവേകവും തമ്മിൽ ഉള്ള ബന്ധം എന്ത്? അത് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഇൻസിഡന്റ് കൂടി ഇങ്ങനെ പറഞ്ഞു പോകാം. അപ്പം ഇതിന്റെ എല്ലാത്തിന്റെ ആൻസർ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. ഒരു വീട്ടില് ഒരു അച്ഛൻ അവന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് നല്ലൊരു ബെഡ് വാങ്ങിച്ചു. അപ്പൊ കുഞ്ഞ് വന്ന് നോക്കിയപ്പോൾ, സ്കൂളിൽ വിട്ട് വന്ന് നോക്കിയപ്പോൾ അവന്റെ മുറിയിൽ നല്ലൊരു ബെഡ് ഇരിക്കുന്നു, നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ബെഡ്. അപ്പം അവൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് അവൻ രാത്രിയുടെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവൻ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പൊ അവന് പുതിയ ബെഡ്ഷീറ്റ് ഇതെല്ലാം കിട്ടി, പില്ലോ എല്ലാം കിട്ടി. അവൻ വളരെ ഹാപ്പി ആയിട്ട് വന്ന് വീണ് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ആ കുഞ്ഞ് ഉറങ്ങി അങ്ങനെ പോയി, നല്ല ഡീപ്പ് സ്ലീപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പോയിരുന്ന സമയത്ത് ഏതോ സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. ആ കാണുന്ന സ്വപ്നം എന്തെന്ന് വെച്ചാല്, ഇവൻ പോകുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാട്. ഇവൻ ഈ കാട്ടിനകത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ആ നല്ല ഭംഗിയുള്ള മലകൾ കാണുന്നുണ്ട്, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികൾ കാണുന്നുണ്ട്, പൂക്കൾ കാണുന്നുണ്ട്, പൂമ്പാറ്റകൾ കാണുന്നുണ്ട്, അരുവികൾ കാണുന്നുണ്ട്, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കല്ലുകൾ, ഉരുളൻ കല്ലുകൾ കാണുന്നുണ്ട്, പുൽത്തകിടികൾ കാണുന്നുണ്ട്. ഓടിച്ചാടി കളിച്ച് അവൻ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അവൻ ആ കാടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇഷ്ടംപോലെ പക്ഷികൾ അവന് ചുറ്റും വന്നിരുന്ന് വലിയ വലിയ മരത്തിലുള്ള ഭക്ഷണം, അതിലുള്ള കായ്കനികളെല്ലാം കഴിക്കുന്നുണ്ട്, യവന് കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ആ കാട്ടിനകത്തൂടി ഇങ്ങനെ നടക്കുകയാണ്. കാറ്റ് കൊള്ളുന്നു, എല്ലാം പോയപ്പോഴും പെട്ടെന്ന് എന്ത് പറ്റി, ഈ കുഞ്ഞ് നോക്കിയപ്പോഴും മുന്നിലൊരു സിംഹം വന്നിരുന്നു. ഇത് കണ്ടപ്പോൾ കുഞ്ഞ് പേടിച്ചിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞ് ഓടിയപ്പോഴ് ഈ സിംഹവും പുറകേന്ന് ഓടി. അപ്പൊ യവൻ വളരെ സ്പീഡിൽ ഓടി. അവൻ ഇനി എങ്ങനെ രക്ഷപ്പെടണമോ എന്ത് ചെയ്യണമെന്നും അറിയില്ല. നോക്കിയപ്പോഴും മുന്നേ ഒരു വലിയ മരം കണ്ടു. ഈ മരത്തിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞ് മരത്തിലൊന്ന് കയറുകയാണ്. വളരെ സ്പീഡിൽ അവൻ പറ്റുന്ന രീതിയിലെല്ലാം പിടിച്ച് കൊമ്പിലൊക്കെ ചവിട്ടി കയറി ഏകദേശം ഇങ്ങനെ കയറി ഒരു ബ്രാഞ്ചിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ താഴെ നോക്കിയപ്പോൾ ഈ സിംഹം ഈ മരത്തിന്റെ മൂട്ടി വന്നിട്ട് മുകളിലോട്ട് കയറാൻ വേണ്ടി നോക്കി. അപ്പൊ വന്യമൃഗങ്ങളല്ലേ, അതിന് ഏത് മരത്തിനും കയറാൻ പറ്റും. ഈ കുഞ്ഞ് പേടിച്ചിട്ട് എന്ത് ചെയ്തു, വീണ്ടും മുകളിലോട്ട് കയറാം. കാര്യം ഇത് കയറി വന്നു കഴിഞ്ഞാൽ എന്നെ പിടിക്കും. അപ്പൊ ഇത് വീണ്ടും മുകളിലോട്ട് കയറുകയാണ്. അതിന് പാടാണ്, എന്നാലും അവൻ കയറാൻ ശ്രമിക്കണം, കാര്യം ജീവൻ രക്ഷപ്പെടണം. അങ്ങനെ കയറാൻ നോക്കിയപ്പോഴും ഏറ്റവും മുകളിൽ ഒരു വലിയ ഒരു പെരുമ്പാമ്പിരിക്കും. ഈ പെരുമ്പാമ്പ് കുഞ്ഞിനെ കണ്ടിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴെ. അപ്പോൾ അറ്റ് എ ടൈം എന്താണ് അവിടെ കാണുന്നത്? താഴെ സിംഹം മുകളിലോട്ട് കയറാൻ നോക്കുന്നു, മുകളിലിരിക്കുന്ന പെരുമ്പാമ്പ് കുഞ്ഞിനെ കണ്ടിട്ട് താഴോട്ട് വരും. അപ്പൊ ഇനി എന്ത് ചെയ്യും? രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണം? കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും? ചാടണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇതിന് ആൻസർ എന്താണ്? കുഞ്ഞ് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണരണം. ഉറങ്ങുമ്പോഴാണ് ഈ പറയുന്ന തന്നെ അറ്റാക്ക് ചെയ്യുന്ന പലതും അവൻ. അപ്പൊ ഓടി രക്ഷപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഇതെല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതും നമ്മൾ ഇതെല്ലാം വൃഥാ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നേരത്തെ പറഞ്ഞ എന്താണ്, ഇല്യൂഷൻസിനോടെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഉണരുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലോട്ട് വന്നാൽ മാത്രമേ അപ്പൊ ഇതൊന്നും ഇല്ല എന്ന് മനസ്സിലാവും. അപ്പൊ കുഞ്ഞ് ഉണർന്നപ്പോഴ് അവിടെ പെരുമ്പാമ്പും ഇല്ല, സിംഹവും ഇല്ല, കാടും ഇല്ല, പെട്ടുപോയെന്നുള്ള അവസ്ഥയും ഇല്ല, ഒന്നുമില്ല.
ഉണർന്നപ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ള ചിന്തയ്ക്ക് പോലും പ്രസക്തിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇതാണ് വിസ്ഡം. വിസ്ഡം ഇതാണ്, ഉണരുമ്പോൾ കിട്ടുന്ന ഒരു അറിവ്. അതേസമയം ആ ഉറക്കത്തിൽ, ആ കണ്ട സ്വപ്നത്തിൽ എന്താ പറയാൻ, കയ്യിലൊരു പന്തം കൊളുത്തിയാൽ പാമ്പ് പേടിച്ച് മാറിപ്പോകും, ഈ പറയുന്ന സിംഹം ഓടിപ്പോകും എന്നുള്ള കാര്യങ്ങളെല്ലാം നോളജ് എന്നുള്ള അർത്ഥത്തിലെടുക്കണം. അപ്പൊ പന്തം കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പോകുന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ അവിടെ ഉണരുമ്പോൾ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വിസ്ഡം അവിടെ വർക്കൗട്ട് ആവുന്നില്ല. സ്പിരിച്വാലിറ്റിയിൽ എപ്പോഴും അങ്ങനെ നമുക്ക് കാണിച്ചെടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമെന്ന് പറഞ്ഞൊരു നോളജ് ആയിരുന്നു. പക്ഷെ സാധനയിൽ കൂടി അത് പ്രോസസ്സ് ചെയ്ത് അവൻ ചെയ്ത് തീർത്തപ്പോൾ അവന് കിട്ടിയത് അവന് വിസ്ഡമാണ്. വിസ്ഡവും നോളജ് എപ്പോഴും അത്തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ അടുത്ത ചോദ്യം അതിൽ എന്തായിരുന്നു കണക്ട് ചെയ്തത്? വിവേകവും വികാരങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തുടക്കാം? ഓക്കെ, വികാരങ്ങളിൽ നിന്ന് പുറത്തുടക്കുന്ന നേരത്തെ പറഞ്ഞില്ലേ, മനസ്സെന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിൽ നിന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ ഇന്റർപ്രിട്ടേഷനിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആ വികാരത്തിൽ തന്നെ നമ്മൾ കിട്ടും. മനസ്സ് അല്ലാതെ എന്നെ സ്വാധീനിക്കുന്നത് മനസ്സ് മാത്രമല്ല എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് ഉണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു സാധകൻ ശ്രമിക്കണം. ഞാൻ നിലനിൽക്കുന്ന മനസ്സുള്ളതുകൊണ്ട് മാത്രമല്ല എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി അറിയാൻ ശ്രമിക്കണം. അപ്പോഴാണ് അവിടെ മനസ്സിനപ്പുറമുള്ള ഒരു ലോകം, എന്നിൽ ഇൻഫ്ലുവൻസ്, എന്നിലുള്ള ഒരു ലോകത്തെ പറ്റി ഒരു സാധകൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ റിയലൈസ് ചെയ്ത് വരുമ്പോഴാണ് വികാരങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാത്രമാണ് അത്ര മേഖല ആ ഒരു വേറൊരു പന്താവിലോട്ട് അവൻ സഞ്ചരിച്ചതാണ്.